ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈസി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തുറക്കലപ്പത്തിൻ്റെ മുട്ട വെച്ചിട്ട് അപ്പം ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. തുറക്കലപ്പത്തിൻ്റെ മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ 2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 250 ml കപ്പിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് പൊടിയിലേക്ക് തന്നെ ഇട്ട് കൊടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ നമ്മൾ ഒരു മുട്ടയാണ് പൊട്ടിച്ച് വെച്ച് കൊടുക്കുന്നത്. ഇളം ചൂടുള്ള പാല് 1 കപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. മാവ് കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ 1 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചിട്ടൊന്ന് മാറ്റി വെക്കുക. ഡ്രൈ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതുപോലെ ക്ലീൻ റാപ്പോ അല്ലെങ്കിൽ ടൈറ്റായിട്ടുള്ള മൂടി വെച്ചിട്ട് 3 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഇതിലേക്കൊരു ഗ്രീൻ ചട്നി തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 പിടി മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചമ്മന്തിക്കൊക്കെ അരക്കണ ആ ഒരു പാകത്തിലൊന്ന് അരച്ചെടുക്കുക. വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് നാരങ്ങ നീര് അല്ലെങ്കിൽ സുർക്ക ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവം മതി. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കന് ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് വേവിച്ചിട്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മയോനൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ അരിച്ചെടുത്തിട്ടുള്ള ചമ്മന്തി എടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട എടുത്തിട്ടുണ്ട്. 3 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതും വട്ടത്തിലൊന്ന് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാവ് നന്നായിട്ട് ഇവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ചിട്ടൊന്നും കൂടി ഒന്ന് കുഴച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിത് അത്യാവശ്യം കുറച്ച് വലുപ്പത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ബോൾസ് ആക്കിയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഞാൻ അത് കുറച്ച് വലുപ്പത്തിലാണ് പരത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി കുറച്ച് പൊടി ഇട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഞാനിപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലിട്ടിട്ടാണ് പരത്തിയെടുക്കുന്നത്. ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരത്തിയെടുക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ ഞാനിവിടെ 2 പത്തിരിയാണ് പരത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കുക്കിംഗ് കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ടോ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചിക്കന് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വട്ടത്തിൽ ഫുള്ളായിട്ട് ചിക്കന് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് മയോനൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. മയോനൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണേ. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് ചമ്മന്തിയാണ് വെച്ച് കൊടുക്കുന്നത്. മുട്ട ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ വട്ടത്തിൽ സ്ലൈസ് ചെയ്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ പരത്തിയിട്ടുള്ള ആ ഒരു പത്തിരിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് മുറിച്ച് കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ ഒന്ന് വിട്ട് പോരൊന്നുമില്ല, നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്.
നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ ഇതാ ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ചൂടായതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് പൊരിച്ച് കോരുക. ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ പൊട്ടി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെ മിക്സൊന്നും കൂട്ടൊന്നും പുറത്തേക്ക് പോകാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗമായതിന് ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ നമ്മൾ ഒരു തുറക്കലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പുറത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ അതാ നമ്മളെ തുറക്കലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അപ്പമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ മുട്ടയും ചമ്മന്തിയും ചിക്കനൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഉണ്ടാക്കി നോക്കുക. മറ്റൊരു വീഡിയോ എടുക്കാമെന്ന് വരും. താങ്ക്സ് ഫോർ വാച്ചിങ്.